ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Buy now, pay later. കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കൽ പ്രവൃത്തിയുടെ ഭാഗമായി പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാരികൾ ദുരിതത്തിൽ. വലിയ കിടങ്ങും മൺകൂനയും കാരണം തുറക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളുടെ വാടക ഒഴിവാക്കണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് രംഗത്തെത്തി. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ പമ്പ് ഹൗസിൽ നിന്ന് കുടിവെള്ള വിതരണ ശൃംഖലയിലേക്കുള്ള പ്രധാന പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് നടത്തിയത്. ഇതിന്റെ ഭാഗമായി നഗരസഭ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഉള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലൂടെ കിടങ്ങ് രൂപത്തിൽ വലിയ കുഴിയെടുക്കുകയും ഇതിന്റെ മണ്ണ് കൂട്ടിയിടുകയും ചെയ്തതിന്റെ ഫലമായി കച്ചവടം മുടങ്ങുകയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി വ്യാപാരികളുടെ ദുരിതം പരിഹരിക്കണമെന്നും അടച്ചിട്ട ദിവസങ്ങളിലെ വാടക ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ഭാരവാഹികൾ രംഗത്തെത്തിയത്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ഭാരവാഹികളായ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, സെക്രട്ടറി ആർ സന്തോഷ്, അബ്ലൈസ്, ഹനീഫ എന്നിവർ നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജിക്കും സെക്രട്ടറിക്കും നിവേദനം നൽകി. അവിടെ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്ങിൽ കച്ചവടം ചെയ്യുന്നവരുടെ ഒരു പ്രയാസവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ വന്നത്. കാരണം ഏകദേശം ഒരാഴ്ചയായിട്ട് അവിടെയുള്ള വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചാല് കീറുന്നതുമായി ബന്ധപ്പെട്ടുള്ള മണ്ണ് അതിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ടുള്ള ഭാഗത്ത് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കടകൾ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചില കടകൾ 4 ദിവസമായിട്ട് തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലാണ് തുറക്കാൻ പറ്റുകയെന്നും അറിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു തുക വാടക കൊടുക്കുന്ന സാഹചര്യമാണ് നിലവിൽ ആ ബിൽഡിങ്ങിലുള്ള ആൾക്കാർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഇളവ് വരുത്തണം എന്നുള്ള ഒരു നിവേദനമാണ് നമ്മളിവിടെ സമർപ്പിച്ചത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ശനിയാഴ്ച മുതലാണ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തികൾ ആരംഭിച്ചത്. നിലവിൽ പൈപ്പ്, വാൽവ് എന്നിവ സ്ഥാപിക്കൽ പൂർത്തിയായിട്ടുണ്ട്. കോൺക്രീറ്റ് പ്രവർത്തികൾ കൂടി പൂർത്തിയാക്കി മണ്ണിട്ട് മൂടി പ്രദേശം പൂർവ്വസ്ഥിതിയിലാക്കിയാൽ മാത്രമേ വ്യാപാരികളുടെ പരാതിക്ക് പരിഹാരമാവുകയുള്ളൂ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.